പൊതുവിതരണ മേഖലയിലെ സബ്സിഡി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി നിയോജക മണ്ഡല കുടുംബ ധർണ കുറവലങ്ങാട്ട് നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ധർണ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം നേതാവ് തോമസ് അറിയത്ത് ഉദ്ഘാടനം ചെയ്തു. CPI നിയോജക മണ്ഡലം സെക്രട്ടറി KK രാമഭദ്രൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി PV സുനിൽ, CPM ജില്ലാ സെക്രട്ടറി അംഗം CJ ജോസഫ്, ജോൺസൺ ജോസഫ്, ജെയിംസ് തോമസ്, KU വർഗീസ്, KK ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുവിതരണ സമ്പ്രദായം തകർക്കുന്ന കേന്ദ്ര നയവും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും രാസവള വില നിയന്ത്രണം എടുത്തുമാറ്റുന്ന നിലപാടും അതിരൂക്ഷമായ വിലക്കയറ്റം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ഊഹക്കച്ചവടം, അവധി വ്യാപാരവും വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതം ഇതിനു പുറമെയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിത്യോപയോഗ സാധന വില അനിയന്ത്രിതമായി കുതിച്ചുയർന്നിട്ടും സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ദുർബല ഇടത്തര ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യ സബ്സിഡി ഉൾപ്പെടെയുള്ളവ ബാങ്ക് അക്കൗണ്ട് വഴിയാക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് അതെല്ലാം അട്ടിമറിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത് എന്നും ഇടതുപക്ഷ നേതൃത്വം വ്യക്തമാക്കി. ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയുടെ ഈ വൻകിട മുതലാളിമാർക്കും അതുപോലെ തന്നെ രാജ്യദ്രോഹകരമായ നിലപാടെടുക്കുന്ന മറ്റ് കക്ഷികൾക്കുമെതിരായിട്ട് പണ്ടേ ഈ നിലപാടെടുത്തുകൊണ്ട് സുപ്രധാനമായ അവരുടെ നിലപാടിന്റെ ഫലമായിട്ടാണ് ഒന്നാം UPയുടെ കാലത്ത് മൻമോഹൻ ആദ്യം പ്രധാനമന്ത്രിയായപ്പോൾ നടപ്പാക്കാൻ കഴിയാതെ തടസ്സപ്പെട്ടു നിന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഇവർക്കും ഒരു പ്രശ്നമുണ്ടായിട്ടും ഇതെങ്ങനെ വരുന്നു? ഇപ്പൊ പാർലമെന്റിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് എന്ത് തരത്തിൽ അധികാരം കിട്ടിയാലും പിന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കാൾ മറികടന്ന് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള നിലയുള്ളതുകൊണ്ട് പൊതുവെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ കൂടെ നിന്നവർ തന്നെ ഇപ്പോൾ പിന്മാറുകയാണ്. ആ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിലെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അതിലൂടെ BJP വരാതിരിക്കാനുള്ള സാഹചര്യത്തിന്റെ പേരിൽ ഞങ്ങളെല്ലാം ഇപ്പുറത്ത് നിൽക്കുകയാണെന്ന് വരുത്താനാണ് മായാവതിയും മുലായവും എല്ലാം ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇത് ചുളിവിൽ നടത്തുകയും വേണം. ഇത്തരമൊരു സാഹചര്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പാർലമെന്റിൽ ഈ വിഷയം വന്നിട്ട് ഇത് പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25 കോടി ആളുകളെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല, അതിനേക്കാൾ വിപുലമാണ് ഈ പ്രശ്നം. വാങ്ങുന്നവന്റെ പ്രശ്നമില്ലേ? വിൽക്കുന്നവന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. വാങ്ങുന്ന ഇന്ത്യയിലെ 100 കോടിയിലധികം വരുന്ന 128 കോടി ആളുകളുള്ളതിൽ 128 കോടി ആളുകളെ വിൽക്കുന്നവരുമായി ബന്ധപ്പെടുന്നവരെന്നുള്ള മാറ്റി നിർത്തിയാൽ വാങ്ങുന്ന 100 കോടി ആളുകൾ, അതിലൊരു 10-15 കോടിയോളം വരുന്ന എന്തും വാങ്ങാൻ ശേഷിയുള്ള ഇന്ത്യയിലെ വൻകിടക്കാരായിട്ടുള്ള നല്ല സമ്പന്നരായിട്ടുള്ള ആളുകൾ കഴിച്ചാൽ 90 കോടിയോളം വരുന്ന വാങ്ങുന്നവന്റെ